കുറച്ച് ഏജ് ഒക്കെ കുറഞ്ഞ, അതായത് നമുക്ക് 20+, 30+ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഫംഗ്ഷൻ എടുക്കാൻ പറ്റുന്ന ഓർഗാൻസ ടിഷ്യൂ സാരിയായി കാണിക്കണം. എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും പൊതുവെ നമുക്ക് ഓർഗാൻസ ടിഷ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര വലിയ ബോർഡർ ആയിരിക്കാം, ഇല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബോർഡർ ആയിരിക്കാം. സിംഗിൾ ടോൺ കുറച്ച് ബ്രൈറ്റർ ഷെയ്ഡ്സ് കിട്ടുന്നത് കുറച്ച് പൊതുവേ കുറവാണ്. നമുക്ക് ടിഷ്യൂ സാരീസിലൊക്കെ എപ്പോഴും പേസ്റ്റൽ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ വരാം. ഈ പ്രാവശ്യം കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വെഡിങ്ങിനും നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ സുഖമായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു ഓർഗാൻസ ടിഷ്യൂ സാരിയാണ്. 2 ഷെയ്ഡിലാണ് വരുന്നത്. ഒന്ന് ഈ പറഞ്ഞ ഡീപ്പ് പർപ്പിൾ, ഇപ്പോ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കളറാണ് ഡീപ്പ് പർപ്പിൾ. പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഷെയ്ഡ് റെഡ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം. ഫുൾ നമുക്ക് ഇങ്ങനെ വരാം, ചെറിയ ബോർഡർ കണ്ടോ, ടിഷ്യൂ ബോർഡർ തന്നെയാ വരാം. സൈഡിൽ നമുക്ക് ടിഷ്യൂ ബോർഡറും കാര്യങ്ങളൊക്കെയാ കിട്ടുക. മാത്രല്ല സാധാരണ സാരീനെ പോലെ വലിയ ബോർഡറും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോ ഞാൻ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ ചേട്ടന്റെ കല്യാണത്തിനൊക്കെ അനിയത്തിക്കുട്ടി ഇപ്പൊ ലെഹങ്കയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര പ്രാവശ്യം യൂസ് ചെയ്യും? ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാരണം 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. മാത്രല്ല നമുക്ക് ഒരു നല്ലൊരു ലെഹങ്കയും കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഒരു 20-30+ ഒക്കെ പോകണം. അത്രയും സ്പ്ലേജ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു സാരി ആകുമ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയൻ ഇല്ലെങ്കിൽ എന്താ പറയാ 10th, +2 കോളേജ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും യൂസ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തൊരു ഫംഗ്ഷന് വേണമെങ്കിൽ നിങ്ങളുടെ ചേച്ചിക്കോ ഇല്ലെങ്കിൽ എന്താ പറയുക അമ്മയ്ക്കോ ഒക്കെ റീയൂസ് ചെയ്യാൻ പറ്റും സാരി. സാരിക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ഇതുണ്ട്. എല്ലാവരും പറയുന്ന കഥ ഞാൻ പറഞ്ഞു തരട്ടെ. അമ്മയുടെ സാരി നമ്മൾ ഉടുത്തു, ഇല്ലെങ്കിൽ എന്താ പറയുക അമ്മയുടെ മെമ്മറിക്ക് വേണ്ടി ഞാൻ എൻ്റെ